ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ളത് നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതായത് ചൗമീൻ. എല്ലാ പിള്ളേർക്കും ഇല്ലേ, 99% കുട്ടികൾക്കും അത് ഇഷ്ടമാണ് കഴിക്കാൻ. സാധാരണ നമ്മൾ അങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് നമുക്കത് ഉണ്ടാക്കി തരിക അല്ലേ. അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരുടെ വോക്ക് കടായി പറഞ്ഞൊരു കടായുണ്ട്. അതായത് അധികം കനമില്ലാത്ത ഒരു കടായിലാണ് അവർ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് തരിക. കുറച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ച പകുതി പിള്ളേർക്കും ഈ ചൗമീൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമമ്മിയിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഈ ചൗമീൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വെജ്.ഹക്ക നൂഡിൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ പൗഡറൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ ഒന്നും കൂടി വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വെജിറ്റബിൾസ് അതായത് ക്യാബേജ്, ക്യാരറ്റ്, കാപ്സിക്കം, തക്കാളി ഇതൊക്കെ ജൂലിയൻ സൈസിൽ വേണം നമ്മൾ അരിയാൻ. അതായത് തീപ്പെട്ടിക്കൊള്ളിയുടെ മെലിവിൽ നീളത്തിൽ വേണം അരിയാൻ. അതായത് മെലിഞ്ഞിട്ടുള്ള സൈസിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഇത്രയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. പിന്നെ അത് ആദ്യമേ തന്നെ വേവിച്ച് വെച്ച് കുഴച്ച് മറിക്കരുത്. അതെല്ലാം അതേപോലെ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ചൗമീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ചൗമീൻ വേവിച്ച് മാറ്റി വയ്ക്കില്ലേ നമ്മൾ, അത് കഴിഞ്ഞാൽ ആ ചൂടിൽ തന്നെയാണ് ഈ വെജിറ്റബിൾസും വേവാൻ പാടുള്ളൂ കേട്ടോ. അത് ആദ്യമേ വേവിച്ച് വെക്കാൻ പാടില്ല. അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ അതിൻ്റെ മസാലക്കൂട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതും കൂടി കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആഹാ സൂപ്പർ ടേസ്റ്റാണ്. നമ്മളുടെ മക്കൾക്ക് അത് വലിയ ഇഷ്ടാവുകയും ചെയ്യും. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഉള്ളത് കാരണം അത് ഹെൽത്തിയാണെന്ന് പറയാം. ഇപ്പോൾ അതിൻ്റെ വീറ്റിൻ്റെയും കിട്ടുന്നുണ്ടല്ലോ, ബ്രൗൺ കളറിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീറ്റാകുമ്പോൾ നല്ലതാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അതും നമുക്ക് ചെയ്യാം. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കുന്നത് കൊണ്ട് യാതൊരു തകരാറും ഇല്ല. പക്ഷേ വെജിറ്റബിൾസ് നല്ലോണം ചേർത്ത് കൊടുത്താൽ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടാവും ചെയ്യും. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമമ്മി കാണിച്ചു തന്നിട്ടുള്ള ഈ ചൗമീൻ, അതായത് ഹക്ക നൂഡിൽസ് ചൗമീൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാം. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ഓഫീസിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ട വെജിറ്റബിൾസ്: 3 കളറിലുള്ള ക്യാപ്സിക്കം, സവോള, ക്യാബേജ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ഇഞ്ചി, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹക്ക നൂഡിൽസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മസാലയാണ് ചൗമീൻ ഹക്ക നൂഡിൽസ് മസാലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ മെലിഞ്ഞ് തീപ്പെട്ടിക്കൊള്ളി പോലെ അരിഞ്ഞ് വെക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ തന്നെ അരിയണം. കാരണം നൂഡിൽസ് നൂല് പോലെയാണല്ലോ, അതേപോലെ തന്നെ വെജിറ്റബിൾസും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഒരേ ലെവലിൽ കുക്കായി പോവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഈ മസാല ഉള്ളപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള സോസോ മസാലകളോ ഒന്നും വേണ്ട കേട്ടോ. ഹക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കുക. 30 to 40 സെക്കൻഡ്സ് മാത്രമേ അത് തിളയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണം, അത് മറക്കരുത് കേട്ടോ. ടൈമും ശ്രദ്ധിക്കണേ. കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ നൂഡിൽസ് വിട്ട് വരും. അപ്പോൾ നമ്മളൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. സ്നേഹത്തോടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുത്തി അതിനെ ഉടയ്ക്കരുത് കേട്ടോ, അതിനെ പൊട്ടിക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഫോർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞാൽ അതിനെ ഒന്ന് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു അരിപ്പയിലൂടെ കളയുക. വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ തണുത്ത വെള്ളം കൊണ്ട് നൂഡിൽസിനെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി ഇരുന്നിട്ട് നൂഡിൽസ് വേവ് കൂടിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് തണുപ്പിച്ചിട്ടൊന്ന് അവിടെ മാറ്റി വെക്കാം കേട്ടോ. നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നീളത്തിൽ മെലിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഒരു കടായി വെക്കുക. വോക്ക് കടായിലാണ് സാധാരണ ചൗമീൻ ഉണ്ടാക്കുക. പക്ഷേ നമ്മളുടെ കയ്യിൽ അങ്ങനത്തെ കടായി ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏത് കടായിയാണോ ഉള്ളത് ആ കടായിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഓയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക.
നമ്മളെടുത്ത് വെച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ചോമീനാണിത്. നമ്മളെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ. എപ്പോഴും ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കുന്നത് കഴിച്ചു നോക്കുന്നതിനേക്കാൾ മുൻപ് നമ്മൾ നോക്കുക അതിൻ്റെ കളറാണല്ലേ. നല്ല കളറാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പൊതുവേ പറയാറില്ലേ. അപ്പോൾ ഈ ചോമീൻ നല്ല ടേസ്റ്റായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാം കളറായിട്ടുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും, കാരണം ഒട്ടും തന്നെ എരിവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് ചോമീൻ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ചോമീൻ ഹക്ക നൂഡിൽസ് മസാലയല്ലേ, ഈ മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. അതായത് ചിലർക്ക് മസാല കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് മസാല കുറവ് വേണ്ടി വരും. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ തണുപ്പിച്ച് വെച്ച നൂഡിൽസ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ വെജിറ്റബിൾസിൻ്റെ ചൂട് കൊണ്ട് നമ്മളുടെ നൂഡിൽസും വെന്ത് കിട്ടും. നൂഡിൽസിൻ്റെ വേവ് കൊണ്ട് വെജിറ്റബിൾസ് നല്ല ക്രഞ്ചി ആയിട്ടും ക്രിസ്പി ആയിട്ടും നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ. നന്നായിട്ടൊന്ന് ഉടയ്ക്കാതെ ഈ നൂഡിൽസും വെജിറ്റബിൾസൊന്നും പൊട്ടിക്കാതെ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. മസാലയെല്ലാം നൂഡിൽസിലേക്കും പിടിക്കട്ടെ. എളുപ്പമാണല്ലേ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ, പൊതുവേ എളുപ്പമാണ്. പക്ഷേ ഇതുപോലെ മസാല ഉള്ളപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോമൻ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സോസുകളൊക്കെ ഒരുപാട് ചേർക്കേണ്ടി വരും. ഉപ്പ് മതിയോ നോക്കുക, ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല കളർഫുള്ളായിട്ടുള്ള ചോമീൻ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമുണ്ടല്ലേ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ. കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം കേട്ടോ. സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ടിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നിങ്ങളിത് ശ്രദ്ധിച്ചോ? അത് ആ ചോമീൻ നൂഡിൽസ് മസാലയിലുള്ള നൂഡിൽസും നമ്മളുണ്ടാക്കിയ നൂഡിൽസും ഒരുപോലെ ഇല്ലേ? അപ്പോൾ അതേപോലെ നമുക്കും ഉണ്ടാക്കിയെടുക്കാം. സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസ് ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളുടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്നൊരു സംഭവമാണ്, നമുക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.